ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ എണീച്ച് മോനെ സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ടിട്ട് വന്നതാണേ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പാത്രമൊക്കെ പുറത്ത് വെച്ചിട്ട് പാല് മേടിക്കാനുള്ളത് നമ്മുടെയും വേറെ ഒരു സിസ്റ്ററിലേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പുറത്തൊക്കെ വെച്ചിട്ട് ഇപ്പോൾ പോയിട്ട് വന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അകത്ത് കയറണം. അകത്ത് മൊത്തം പണിയായിട്ട് കിടക്കുവാണ്. എന്താ പറയുക, ഒന്നും ചെയ്തിട്ടില്ല. പെട്ടെന്ന് ഇന്നത്തെ ആദ്യത്തെ ദിവസമല്ലേ നമ്മൾ. അപ്പോൾ മൊത്തത്തിൽ ടേബിളിലും വെള്ളം കൊടുത്തതിൻ്റെയും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ചിട്ടുണ്ട്, സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് അകത്ത് കുറേ പണിയുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഡ്രസ്സ് അലക്കാനുണ്ട്, അതിന് കുറേ പണികളുണ്ട്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനുണ്ട്. രാവിലെ ഞാൻ ബ്രെഡ് ഓംപ്ലേറ്റ്, ഏട്ടന് ബ്രെഡ് ഓംപ്ലേറ്റ് ഒക്കെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മോന് എന്താ പറയുക, മോന് ഞാൻ റൊട്ടി, അതുപോലെ അവന് രാവിലെ അവൻ എന്തായിരുന്നു കഴിച്ചാൽ ആപ്പിള് കഴിച്ചു. പാല് കൊടുത്തപ്പോൾ അവൻ പാലൊന്നും കുടിച്ചില്ല കേട്ടോ. അപ്പോൾ അടുക്കളയൊക്കെ അങ്ങനെ ഇരിക്കുവാണ്. ഞാൻ എന്തൊക്കെയാണോ എടുത്ത് വെച്ചിട്ട് പോയി അതൊക്കെ അങ്ങനെ വെച്ചിട്ടിരിക്കുക കേട്ടോ. ഒന്നും ചെയ്യാൻ സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഉച്ചത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അതൊക്കെ പതുക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവനിനി 11 മണിയൊക്കെ ആകുമ്പോൾ ക്ലാസ് കഴിയുകയും ചെയ്യും കേട്ടോ. ഇപ്പോൾ ചൂടൊക്കെ തുടങ്ങിയില്ലേ. അപ്പോൾ 8 മണി ടു 11 മണി വരെയൊക്കെയാണ് ക്ലാസ്. അപ്പോൾ ഞാനും ഇവിടുത്തെ ഒരു സിസ്റ്റർ, അവരുടെ മോളുണ്ട്. അപ്പോൾ അവളെയും ഇവനെയും കൂടെ ഒന്നിച്ചാണ് കൊണ്ടുപോയാക്കിയിട്ട് വന്നത്. അവരുടെ സ്കൂട്ടിയിലാണേ പോയത്. ഞാൻ സ്കൂട്ടിയൊന്നും ഓടിക്കാനൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, അതിൻ്റെ സ്കൂട്ടിയൊക്കെ ഓടിക്കാൻ പഠിക്കണം. ഏട്ടനും 8 മണിക്ക് കറക്റ്റ് 8 മണിക്ക് പോകണം. ഇന്ന് ഏട്ടൻ്റെ IG ഒക്കെ ജോയിൻ ചെയ്യുന്നൊരു സമയമൊക്കെയാണ്. എന്ന് വെച്ചാൽ ആ ഒരു 8 മണിയൊക്കെ ആകുമ്പം IG ഒക്കെ വരും. അപ്പോൾ പിന്നെ ഏട്ടനും കൊണ്ടുപോയി വിടാനൊന്നും പറ്റില്ലായിരുന്നു കേട്ടോ. അപ്പോൾ മൊത്തം അടുക്കളയൊക്കെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. എടുത്ത സാധനങ്ങളൊക്കെ അങ്ങനെ വെച്ചിട്ട് പോയതാണ് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഇനി 11 മണിയൊക്കെ ആകുമ്പോൾ അവനെ വിളിക്കാനും കൂടെ പോകണം. അപ്പോൾ ചിലപ്പോൾ ഏട്ടൻ പോകുമായിരിക്കില്ലേ, ഞാൻ ആ സിസ്റ്റർ കൂടെ പോകാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നത്. തിരക്കുള്ളൊരു ദിവസമായിരുന്നു. അത് മാത്രമല്ല, ഇന്ന് ഞാൻ എണീറ്റ് നല്ലപോലെ സമയം വൈകിട്ടോ. ഞാൻ എണീക്കുമ്പോൾ തന്നെ എത്രയായി, 6:15 ആയി. ഞാൻ 5 മണി 5:09 5:15 എന്നൊക്കെ പറഞ്ഞിട്ട് അലാറമൊക്കെ വെച്ചായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി കിടക്കുമ്പോഴും നല്ലപോലെ വൈകിട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോൻ ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് ഏട്ടൻ്റെ കൂടെ പതുക്കെയാണ് കിടക്കുക. ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കിടക്കുക. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏട്ടൻ ഇന്നലെ എന്താ പറയുക, ഞങ്ങളെ നേരത്തെ കിടക്കാനൊക്കെ റൂമിലോട്ടൊക്കെ അയച്ചു. 11 മണിയൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾ പോയി കിടക്കുമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പറഞ്ഞു വിടുകയൊക്കെ ചെയ്തു. പക്ഷേ ഏട്ടൻ പതുക്കെ ആയിട്ടോ കിടക്കുക. കാരണം ഏട്ടൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ തന്നെ 10 മണിയൊക്കെ ആവുകയെ. അപ്പോൾ ഏട്ടൻ പതുക്കെ ആയിരിക്കും ഭക്ഷണമൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് പതുക്കെ ആയിരിക്കും കിടക്കുക. കുറച്ച് നേരം TV ഒക്കെ നോക്കി അങ്ങനെ പതുക്കെയൊക്കെ ആയിരിക്കും കേട്ടോ കിടക്കുക. പക്ഷേ നമ്മളെ ഇന്നലെ നേരത്തെ പറഞ്ഞു വിടുകയൊക്കെ ചെയ്തു. പക്ഷേ നമ്മൾ കിടന്ന് വരുമ്പോഴേക്കും 12 മണിയായി. അപ്പോൾ എണീറ്റപ്പോഴും ഞാൻ നല്ലപോലെ വൈകി. അവനാണെങ്കിലും ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞിട്ടാട്ടോ പോയത്. കാരണം അവന് ഉറക്കവും ശരിയായിട്ടില്ല. അപ്പോൾ അവൻ അങ്ങനെയൊക്കെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് അടുക്കള പണിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ രാവിലത്തെ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊക്കെയാണ് നടന്നതെന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നേ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ഇനി അടിക്കാനും തുടയ്ക്കാനും ഭക്ഷണമൊക്കെ ഉണ്ടാക്കാണ്ട്. ഉച്ചയ്ക്ക് ഞാൻ വേണ്ടിയിട്ട് ചെറുപയറൊക്കെ ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് രാവിലെ എണീച്ച് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചോറും അതുപോലെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കറി പിന്നെ ഇന്നലത്തെ കറി ഉണ്ട്, അതുകൊണ്ട് കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നും ഇല്ല. ഉപ്പേരിക്ക് മാത്രം ഒന്ന് കടുക് വറുത്തിട്ടാൽ മതി. പിന്നെ ചോറ് ഒരു 2 തള ഞാൻ നേരത്തെ തിളപ്പിച്ച് വെച്ചാണ്. ഇനി അതൊരു തളയും കൂടെ തിളപ്പിച്ച് വെക്കുക. ആ ഒരു പണിയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ അടിക്കല് തുടയ്ക്കൽ അങ്ങനത്തേക്ക് പണിയൊക്കെ ഉണ്ട്, അതൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ രാവിലെ തന്നെ ഞാനിന്ന് നേരത്തെ എണീറ്റ് കുളിക്കും. കാരണം അവൻ്റെ സ്കൂളിലേക്ക് പോകേണ്ടതല്ലേ കൊണ്ട്, അവനെ കൊണ്ടുവിടാൻ പോകേണ്ടതല്ലേ കൊണ്ട് ആ ഒരു പണിയൊക്കെ ഞാൻ പെട്ടെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പുറത്ത് നല്ല കാറ്റൊക്കെയാണ്, നല്ല കാലാവസ്ഥയൊക്കെയാണ് ഇപ്പോൾ. നല്ലതെന്ന് വെച്ചാൽ ഒരുപാട് ചൂടായിട്ട് തുടങ്ങിയിട്ടില്ല. ഇനി ഒരു മെയ്യൊക്കെ ആകുമ്പോൾ നല്ല ചൂടായിരിക്കും. അപ്പോൾ ഇവിടെ ചൂട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ സമയത്ത് അത്രയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-11 മണി വരെയൊന്നും ആ ഒരു ചൂടൊന്നും ഉണ്ടാവില്ല. 11 മണിക്ക് ശേഷം നല്ല ചൂടായിരിക്കും കേട്ടോ. 11 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വെയിലൊക്കെ ആയിരിക്കും, നല്ല ചൂടൊക്കെയാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ കുഞ്ഞും നേരത്തെ വരികയൊക്കെ ചെയ്യും. അറിയില്ല ഇനിയിപ്പോൾ ഏട്ടനാണോ വിളിക്കാൻ പോകാമെന്ന് എനിക്ക് അറിയില്ല, നോക്കട്ടെ. അവന് സ്കൂൾ തുറക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നാളെ ഞാനാണ് കൊണ്ടുപോയാക്കേണ്ടത്. അപ്പോൾ എനിക്ക് അതിൻ്റേതായ ടെൻഷൻ ഉണ്ട്. കാരണം ഏട്ടനും 8 മണിക്ക് പോകണം, അവനും 8 മണിക്ക് പോകണം കേട്ടോ. അപ്പോൾ ഏട്ടൻ എന്തായാലും നാളെ കൊണ്ടുപോയി വിടാനൊന്നും പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ പണികളൊക്കെ അത്യാവശ്യം ഒരുക്കി വെച്ചു കേട്ടോ. ചെറുപയർ വെള്ളത്തിലിടും, അതുപോലെ അവൻ്റെ ടിഫിൻ ബോക്സ് പുതിയത് മേടിച്ചതൊക്കെ ഉണ്ടായിരുന്നേ, വാട്ടർ ബോട്ടിലൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കഴുകി വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ കറി വെച്ചതൊക്കെ ഉണ്ടായിരുന്നു ബാക്കി. അപ്പോൾ അതൊക്കെ എടുത്ത് ചൂടാക്കിയിട്ട് വേറൊരു ടിഫിൻ
ബോക്സിലൊക്കെ ആക്കി വെച്ചു കേട്ടോ. ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കേടൊന്നും വരില്ല. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം ഉച്ചയ്ക്കുള്ള കറി മാത്രം മതി. കാരണം രാവിലെ ഞാൻ അധികവും ബ്രെഡ് ഓംലേറ്റും ചപ്പാത്തിയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ ഉണ്ടാക്കുക. കാരണം നമുക്ക് ആട്ടയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഞാൻ എന്തായാലും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ബ്രെഡ് ഓംലേറ്റും ഏട്ടന് ബ്രെഡ് ഓംലേറ്റും കൊടുത്തിട്ട് 3 ചപ്പാത്തി സ്കൂളിലേക്ക് മാത്രം ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്ത് അവന് വല്ല മിൽക്കും എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ഇഡലിക്കും ദോശയ്ക്കും കൂടിയുള്ള അരിയും കൂടി ഇട്ടു കേട്ടോ വെള്ളത്തിൽ. അതാകുമ്പോൾ ആ ഒരു പണിയും കൂടെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ അവനെ സ്കൂളിൽ കൊണ്ട് ആക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കതൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരു 2-3 ദിവസം അങ്ങനെ ഓടും. അപ്പോൾ ഒരു ദിവസത്തേക്ക് മാത്രം ഒരു ടെൻഷൻ ഉണ്ടെന്നേ ഉള്ളൂ. ബാക്കി 2 ദിവസത്തേക്കുള്ള എന്തായാലും ദോശ ഇഡലിയൊക്കെ ആയിട്ട് അങ്ങനെ പോയിക്കോളൂ കേട്ടോ. അവന് ദോശ ഇഡലിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചപ്പാത്തീനേക്കാളൊക്കെ ഇഷ്ടമാണ് ദോശ, ചമ്മന്തി, അങ്ങനെ ഇഡലി, ചമ്മന്തി അങ്ങനെയൊക്കെയാണെങ്കിൽ അവൻ കഴിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അരിയൊക്കെ ഞാൻ എന്താ പറയുക അന്നത്തെ ദിവസം തന്നെ ആട്ടോ മേടിച്ചിട്ടൊന്നും അരിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്നത്തെ ദിവസം തന്നെയാണ് ഞങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞിൻ്റെ ഡ്രസ്സ്, അതുപോലെ യൂണിഫോമും, അതുപോലെ എന്താ പറയുക ബാഗും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോയ ആ ഒരു സമയത്ത് തന്നെ ആയിരുന്നു കേട്ടോ ഇതുപോലെ അരി ഉഴുന്നൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നന്നായി കഴുകി വയ്ക്കും. അതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഫെർമെൻ്റ് ആകാൻ വേണ്ടി വെച്ച ഒരു 6 മണിക്കൂറൊക്കെ വേണം. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഏട്ടന് ഓട്സ് ഉണ്ടാക്കി കേട്ടോ. മസാല ഓട്സാണ് ഇന്ന് നമ്മൾ രാത്രി ഉണ്ടാക്കി കഴിച്ചത്. അതിൻ്റെ തലേ ദിവസം സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസം ഓട്സ് ആയിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമുക്ക് ഉപ്പേരി വെച്ചാലോ. ഞാൻ ചെറുപയറിൻ്റെ ഉപ്പേരിയാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഗ്യാസ് കത്തിക്കാം. നമുക്ക് ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് ചൂടാവുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ചെല്ലാം നല്ലപോലെ വെളിച്ചെണ്ണ വയ്ക്കാം. വെളിച്ചെണ്ണ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഈ ചെറുപയർ ഉപ്പേരിക്ക്. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം. ഞാൻ അതുപോലെ തണുപ്പായ സമയത്തില്ലേ ഇതുപോലെ വലിയ കുപ്പിക്കകത്തായിരുന്നു ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എടുക്കാനുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഭയങ്കര ഇതൊക്കെയല്ലേ എന്താ പറയുക തണുപ്പൊക്കെ ആയിരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കട്ടയായി പോകുമായിരുന്നു. കുറച്ച് നെയ്യ്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കടുക് പൊട്ടിക്കാം. കടുക്, ഇതിവിടെ ലോക്കലായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ MP തന്നെ കിട്ടുന്ന കടുകാട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് കൃഷിയൊക്കെ ചെയ്ത് കിട്ടുന്ന കടുക്. അവിടെ കടുക് കൃഷിയൊക്കെ കൂടുതലാണ്. ഇവിടെ വിന്റർ സീസണിൽ ഏറ്റവും കൂടുതൽ കടുക് കൃഷി ഉണ്ടാവുക. ഇവിടുത്തെ നിലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൃഷി ചെയ്യുന്ന നിലങ്ങളൊന്നുമില്ല, അവർ ഒഴിച്ചിടുകയൊന്നുമില്ല. ഗോതമ്പ് അല്ലെങ്കിൽ ചോളം അല്ലെങ്കിൽ എന്താ പറയുക കടുക് അങ്ങനത്തെയൊക്കെ കൃഷിയാട്ടോ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് മധ്യപ്രദേശിൽ. അപ്പോൾ തണുപ്പുള്ള സമയത്ത് ഇവിടെ കടുകൊക്കെയാണ് കൃഷി ചെയ്യുക. അപ്പോൾ ഇവിടെ നല്ല ഫ്രഷ് കടുക് കിട്ടും. ഞാൻ കടുക് പാടമൊക്കെ കാണുമ്പം ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിക്കേ. പക്ഷേ നമ്മൾ ഒരു സ്ഥലത്തോട്ട് തിരക്ക് പിടിച്ച് പോകുന്ന സമയത്ത് എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും പറ്റില്ലല്ലോ, ഏട്ടൻ സമ്മതിക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇനി എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ചിലപ്പോൾ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ നമുക്കൊരു കടുക് പാടമൊക്കെ കാണാം. ഇപ്പോൾ വിന്റർ സീസണൊക്കെ കഴിഞ്ഞല്ലോ. ഈ കടുക് പൊട്ടുന്നത് കാണുമ്പോൾ എനിക്കെന്തോ മാലപ്പടൊക്കെ പൊട്ടുന്ന പോലെയാണ്. ഏകദേശം ഇങ്ങനെ പരന്ന പാത്രം കൂടെ അല്ലേ, അതുകൊണ്ട് കടുക് പൊട്ടുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് ചുറ്റിലും പൊട്ടിത്തെറിക്കും. ഇവിടെ നോർത്ത് ഇന്ത്യക്കാരൊക്കെ നമ്മൾ കടുകല്ലേ പൊട്ടിക്കുക. നോർത്ത് ഇന്ത്യക്കാരൊക്കെ ജീരകമാണേ പൊട്ടിക്കുക കറി വയ്ക്കാൻ. അപ്പോൾ അതാ ഞാൻ കുറച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളിയും അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തേ. അപ്പോൾ കടുകൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഈ ചെറുപയറും കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പേ റെഡിയാവും. ഞാൻ ഉപ്പേ കഴിക്കില്ലേ, ഞാൻ കുക്കറിനകത്ത് ഇട്ടിട്ടാണ് വേവിച്ചത്. ഒരു എന്താ പറയുക നമ്മൾ ഈ ചെറുപയർ ഇടില്ലേ അതിൻ്റെ ഒരു പൊടിക്ക് മുകളിലേക്ക് വെള്ളം ഒഴിക്കുക. എന്നിട്ട് മുകളിൽ വരെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോവേ ചെറുപയർ. കുറച്ച് വെള്ളം ഒഴിച്ച് എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ച് വെച്ച് ഒരു 1.5 വിസിൽ, ഒരു വിസിൽ കഴിഞ്ഞ് നെക്സ്റ്റ് വിസിലാവുന്നതിന് മുന്നേ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ടുള്ള ചെറുപയർ കിട്ടും കേട്ടോ. അത്യാവശ്യം നന്നായി കറക്റ്റായി വെന്തിട്ട് കിട്ടും. നമുക്കിന്ന് വഴണ്ടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ.
ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാൻ ഈ ചെറുപയറിനകത്ത് ഓൾറെഡി ഉപ്പിട്ട് കൊടുത്തതായിരുന്നു. അതുകൊണ്ട് ഇനി നമുക്ക് നോക്കിയിട്ടിട്ടാൽ മതി ഉപ്പൊക്കെ. അയ്യോ, പറയുമ്പോൾ ഞാൻ പച്ചമുളക് കിട്ടില്ലല്ലോ. പച്ചമുളക് ഞാൻ എപ്പോഴും അങ്ങനെ അധികം ഭക്ഷണങ്ങളിലൊന്നും ചേർക്കാറില്ല കേട്ടോ. കാരണം കുഞ്ഞിനൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ എന്താ പറയുക, ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും പച്ചമുളകൊന്നും ഇടാതെ ഉണ്ടാക്കുക. അതുപോലെ കോഴിമുട്ടയൊക്കെ പൊരിക്കുമ്പോഴാണെങ്കിലും ഇതുപോലെ എന്താ പറയുക, പച്ചമുളകൊന്നും ഇടാറൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ചില ഉപ്പേരിയൊക്കെ വയ്ക്കുമ്പോൾ, അവനിഷ്ടമുള്ള ഉപ്പേരിയൊക്കെ വയ്ക്കുമ്പോൾ ഞാൻ അതിനകത്ത് ഒരു പച്ചമുളക് ഒക്കെ ചേർക്കാറുള്ളൂ. അതുപോലെ ചട്നി അരിക്കുമ്പോഴാണെങ്കിലും ഒരു പച്ചമുളക്, അങ്ങനെയൊക്കെയാണ്. വളരെ കുറവാണ് ഞാൻ പച്ചമുളക് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെയൊക്കെ പച്ചമുളക് നല്ല ലാഭത്തിൽ നല്ല പോലെ കിട്ടും കേട്ടോ. 5 രൂപയ്ക്ക് തന്നെ നല്ല പോലെ ഒരു കവർ മൊത്തം പച്ചമുളക് കിട്ടും. നല്ല പച്ചക്കറിയൊക്കെ ഇവിടെ ഭയങ്കര ലാഭമാണ് MP-യിൽ. പക്ഷെ എന്താ പറയുക, ഞാൻ ഇതിനകത്ത് പച്ചമുളക് ഇടാൻ മറന്നു. ഞാൻ പോയി ഒരു പച്ചമുളക് എടുത്തിട്ട് വരാവേ. ഇപ്പൊ ഇതാ ഉപ്പേരിയൊക്കെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പാത്രം കഴുകാനുണ്ട്. പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അടിക്കലും തുടയ്ക്കലും അതുപോലെ ഒരുപാട് പണികളൊക്കെ ഉണ്ട് കേട്ടോ. സമയം എന്താ പറഞ്ഞ പോലെയാണ് പോകുന്നത്. ഇപ്പൊ തന്നെ 10 മണിയൊക്കെ കഴിഞ്ഞു. ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ അരിയൊക്കെ അരയ്ക്കാനൊക്കെ ഉണ്ട്. ഞാൻ നല്ല അരിയൊക്കെ അരയ്ക്കാനും വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചധികം പാത്രം കഴുകാനും അതുപോലെ അടിക്കാനും തുടയ്ക്കാനും അങ്ങനത്തെയൊക്കെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡ്രസ്സ് അലക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പാലൊക്കെ മേടിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ മോനെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകണം. അപ്പോൾ അതാ ഞാൻ പെട്ടെന്ന് പാത്രമൊക്കെ കഴുകിയെടുക്കും കേട്ടോ. കാരണം അവൻ 11 മണിയാകുമ്പോഴേക്കും എന്തായാലും വരുമല്ലോ. അപ്പോൾ പെട്ടെന്ന് പരിപാടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാമല്ലോ. കാരണം ഇന്നത്തെ ആദ്യത്തെ ദിവസമല്ലേ. അപ്പോൾ ആദ്യമായിട്ട് പോയതുകൊണ്ട് എനിക്കും കുറച്ച് വിഷമമുണ്ട്. കാരണം ഇത്രയും ദിവസം വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസം ആ ഒരു ഇതുണ്ടാകുമോ, അവനില്ലാത്തതിൻ്റെ ആ ഒരു വിഷമമൊക്കെ എന്തായാലും ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇല്ലേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്യാൻ വന്നുകൊണ്ടേയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചുകൊണ്ടേ ഇരിക്കുമല്ലോ. അപ്പോൾ ആ പാലൊക്കെ വന്നു. പാലൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പം പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കും, കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പോരായ്മകൾ, എൻ്റെ ചാനലിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറയുക. അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ എന്തായാലും മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.